ഗായ്സ്, അസ്സലാമു അലൈക്കും. ഹിമാനദ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പൂമ്പാച്ചാണ്, ഒരു പൂമ്പാച്ച. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നേരെ വീഡിയോ. അതിനായിട്ട് നമ്മളൊരു A4 പേപ്പർ എടുക്കണം. എന്നിട്ട് ഈ ഞാൻ കാട്ടുന്ന പോലെ നിങ്ങൾ ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഇതിന് നമ്മളിതുപോലെ വെട്ടിയിരിക്കുന്നു. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. ആ തലക്ക് വേണ്ടി ഇനി നമ്മളിതാ ഇത് ഇവിടുന്ന് രണ്ടും ഈ ചിറകുക്ക് ഇങ്ങോട്ടാക്കാം. എന്നിട്ട് ഇവിടുന്ന് ഈ ഭാഗത്ത് ഈ ഒരു ചിറക് എടുത്തിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചെറിയ കട്ടിയിൽ വെട്ടിയെടുക്കും. അപ്പോൾ നമുക്കിത് മുറിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഈ ഒരളവിൽ മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനത്തിൻ്റെ ബാക്കിൽ ഇതേ ഒരളവിൽ ഇതുവരെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് നമ്മളിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കട്ടെ. നമുക്കിതാ ഇതിങ്ങനെ പുറത്ത് കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. എന്നിട്ട് സ്റ്റാപ്ലറോ പശേ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു. പിന്നെ ഈ ഒരു ഭാഗം കൂടി നമുക്ക് സ്റ്റാപ്ലറുണ്ട്. ഇനി നമ്മൾ ഒരേ അളവിലുള്ള രണ്ട് ചെറിയ കുട്ടികൾ ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് ഒരേ അളവിലുള്ള പീസ് എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മളത് രണ്ട് ഒരേ അളവിലുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വലിയൊരു പീസും കൂടി എടുക്കാം. അങ്ങനെയാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്. നമ്മളിത് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിലൊന്ന് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിൽ കുറച്ച് ബാക്കി ഉണ്ടാവണത് ഇങ്ങനെ വെക്കുക. പൊടിച്ചിട്ട് ഇവിടെ ഈ കാർഡ്ബോർഡിന് തട്ടിച്ചാതെ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ മുണ്ട. അപ്പം നമ്മൾ ഇതുപോലെ ദൂരി എടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കിയത് പുറത്ത് ഇങ്ങനെ വെച്ചെടുക്കുക. നമുക്ക് ഇങ്ങനെ ആക്കാം. ഇനി നമ്മൾ ഇതൊന്ന് പിന്നടിച്ച് ഇവിടെ പിന്നടിച്ച് നമ്മൾ ഉള്ളിക്കായത് ഇതുപോലെ നമ്മൾ കൊടുക്കും. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ അമർത്തി കൊടുക്കാം. ഇതുപോലെ അങ്ങനെ അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം ഇങ്ങനത്തെ ആക്കാം. അപ്പുറത്തെ ഭാഗം കുറച്ച് താഴത്തേക്ക് വേണമെങ്കിൽ ചെയ്യാം. താഴത്ത് കാപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അപ്പുറത്തെ ഭാഗം അതുപോലെ അപ്പുറത്തെ ഭാഗം അതുപോലെ കാട്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ കാട്ടിയ പോലെ നമ്മൾ ചെയ്യാം. അപ്പം നമ്മളിത് എടുത്തിട്ട് കാണാം. അപ്പം നമ്മൾ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ക്ഷമിച്ച. ഇതാണ് എൻ്റെ അനിയത്തി, അവളെ പേര് നസ, ഞാൻ നിമ. പശ ഉള്ളവർക്ക് ഇത് നല്ല സിമ്പിളാവും. ഇതിപ്പോൾ പശ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്.
ചിക്കൻ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഇറക്കി വെച്ചെടുക്കുക. ഈ സംഭവം പിന്നെ ശ്രദ്ധിക്കണം, ഈ സൈഡ് ഇതിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് വെക്കണം, താഴത്തേക്ക് ആക്കാൻ. ഇതാ ഇവിടെ ഒക്കെ വെച്ചിട്ട് ഇത് രണ്ടും ഇങ്ങനെ ആക്കി. ഇനി നമുക്കിവിടെ നമുക്ക് പിന്നടിച്ചു കൊടുക്കട്ടെ. അപ്പൊ നമുക്കിത് പിന്നടിച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് എന്താ അനിയത്തി എന്തൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചാൽ അതൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ അവള് വരപ്പൊക്കെ ചെയ്യും. നമുക്ക് നമ്മളിത് കഴിഞ്ഞോണ്ട് അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.